ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് കർത്താവിൻ്റെ ദിവസമാണ്, ഞായറാഴ്ച ദിവസമാണ്. എല്ലാവരെയും ഈ ദിവസത്തിൻ്റെ വചന വിചിന്തനങ്ങളിലേക്ക്, പ്രാർത്ഥനാ ചിന്തകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മംഗളവാർത്തക്കാലം 3-ാമത്തെ ഞായറാഴ്ചയാണിന്ന്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള തിരുവചന ഭാഗമാണിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. മംഗളവാർത്തയുടെ 1-ാമത്തെ ഞായറാഴ്ചയിൽ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് വായിച്ചു. 2-ാം ഞായറാഴ്ച ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് വായിച്ചു. ഇന്ന് 3-ാം ഞായറാഴ്ച സ്നാപക യോഹന്നാൻ്റെ ജനനം, ഇനി 4-ാം ഞായറാഴ്ച ഈശോയുടെ ജനനം. അങ്ങനെയാണ് മംഗളവാർത്ത കാലത്തിൻ്റെ ഞായറാഴ്ചത്തെ സുവിശേഷ വായനകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് പ്രകാരം ഈ 3-ാമത്തെ ഞായറാഴ്ച ഇന്ന് സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ഒത്തിരിയേറെ ആത്മീയ ഉൾക്കാഴ്ചകളുള്ള തിരുവചന ഭാഗമാണിത്. ചില പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിചാരങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഒന്നാമത് നമ്മൾ കാണുന്നു, എലിസബത്തിന് പ്രസവ സമയമായി അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. തിരുവചനം പറയുന്നു, കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട് അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. കർത്താവ് അവളോട്, ആ കുടുംബത്തോട് വലിയ കാരുണ്യം കാണിച്ചതായാണ് ആ കുഞ്ഞിൻ്റെ ജനനത്തെ അവർ കണ്ടത്. ഈ ഭൂമിയിലേക്ക് പിറക്കുന്ന ഓരോ കുഞ്ഞും കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമാണ്. കർത്താവിൻ്റെ കരുണ ഈ ഭൂമിയിലേക്ക് കുടുംബങ്ങളിലൂടെ നൽകുന്നതിൻ്റെ പേരാണ് ഓരോ മനുഷ്യജീവനും, ഓരോ കുഞ്ഞും. ഒരു കുഞ്ഞ് പിറന്നു എന്ന് കേട്ട്, അല്ലെങ്കിൽ ഒരു പുത്രൻ ജനിച്ചു എന്ന് കേട്ട് അയൽക്കാർ വന്നു എന്നല്ല പറയുന്നത്. കർത്താവ് അവളോട് കാരുണ്യം കാണിച്ചു. ആ കാരുണ്യമാണ്, അതാണ് ഒരു കുഞ്ഞിനെ കാണുമ്പോൾ പ്രധാനമായി ഓർമ്മിക്കുന്നത്. ഒരു മനുഷ്യ കുഞ്ഞിനെ കാണുന്നത് രണ്ടാമത് മാത്രമാണ്. കർത്താവിൻ്റെ കാരുണ്യമാണ് ഓരോ കുഞ്ഞുങ്ങളുമെന്ന് നമ്മുടെ ഓരോ മാതാപിതാക്കൾക്കും, നമ്മുടെ സമൂഹത്തിലെ ഓരോ മുതിർന്നവർക്കും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഓർക്കാനിടവരട്ടെ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും അവരെ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായി കാണാനും അവരെ വിശുദ്ധിയിൽ എപ്പോഴും വളർത്തിക്കൊണ്ടുവരാനും മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും സാധിക്കട്ടെ. നമ്മുടെ മക്കളെ, കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കാരുണ്യമായി, കർത്താവിൻ്റെ സാന്നിധ്യമായി, കർത്താവിൻ്റെ സമ്മാനമായി കാണാൻ നമുക്ക് സാധിക്കണം. കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ ദാനമാണ്, അനുഗ്രഹമാണ്. അത് ഒരു പുരുഷനും സ്ത്രീയും ശാരീരികമായി ചേരുന്നത് കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ നമുക്കറിയാം, കുഞ്ഞുങ്ങളില്ലാതെ ഒത്തിരിയേറെ പേരുണ്ട്. അവരെ ദൈവം അവരോട് കാരുണ്യം കാണിക്കാത്തതല്ല, അവരെ അനുഗ്രഹിക്കാത്തതല്ല, അവരെ മറന്നുപോയതല്ല. മറിച്ച് ഞാൻ വിശ്വസിക്കുന്നു, അവരെ പ്രത്യേകമായി ദൈവം കണ്ട് അവരെ മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. ചിലർക്ക് കുഞ്ഞുങ്ങൾ നൽകാതെ ദൈവം അവരെ പ്രത്യേകമായി കണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. അത് അവർക്കുള്ള ഒരു കുറവല്ല, മറിച്ച് അവരെ ദൈവം ഒരു സന്ദേശം നൽകുന്നതിന് ഉപകരണമാക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഇവരിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ കാണുമ്പോൾ ഇവരിലൂടെ ഓർമ്മിക്കപ്പെടുന്ന സത്യം, ദൈവമാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് എന്നുള്ളതാണ്. സഖറിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൻ്റെ ആദ്യ ഒരു പ്രധാന ദീർഘനാളുകൾ അങ്ങനെയായിരുന്നു. പക്ഷേ ദൈവമാണ് കൊടുക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടി മനുഷ്യരെന്ന രീതിയിൽ അവരുടെ ശാരീരികമായ ആ കുഞ്ഞിനെ കിട്ടാനുള്ള കാലത്തിൻ്റെ സമയമെല്ലാം കഴിഞ്ഞപ്പോൾ, മാനുഷികമായ പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ, ദൈവത്തിൻ്റെ പ്രവർത്തനം അതിന് പരിധിയില്ലെന്നും കാലം ഇല്ലെന്നും തെളിയിച്ചുകൊണ്ട് വാർദ്ധക്യത്തിലൊരു കുഞ്ഞിനെ കൊടുത്തു. അതുകൊണ്ടാണ് കർത്താവ് അവളോട് കാരുണ്യം കാണിച്ചുവെന്ന് ഈ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ചിന്തിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് ഓർമ്മിക്കാം. രണ്ടാമതായി നമ്മൾ കാണുന്നു, ഈ വലിയ കാരുണ്യം കണ്ട അയൽക്കാരും ബന്ധുക്കളും സന്തോഷിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അയൽപക്ക വീടുകളിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരനുഗ്രഹം കിട്ടുമ്പോൾ അവരോടൊപ്പം സന്തോഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പലപ്പോഴും സന്തോഷം പുറമേ കാണിച്ചെങ്കിലും ഉള്ളിൽ അസ്വസ്ഥതയും അല്പം കുശുമ്പും ബുദ്ധിമുട്ടുകളും ഒക്കെ ആളുകൾ ഒരുപക്ഷെ കാണിക്കാറുണ്ട്. മറ്റുള്ളവരുടെ നന്മകളിൽ, അവർക്ക് കിട്ടുന്ന വലിയ നേട്ടങ്ങളിൽ മറ്റുള്ളവരോടൊപ്പം സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. തിരുവചനം പറയുന്നല്ലോ, സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുകയും കരയുന്നവരോടൊപ്പം കരയുകയും ചെയ്യുവിൻ. ഈ അയൽക്കാരും ബന്ധുക്കളും വലിയ ഒരു മാതൃകയാണ് കാണിച്ചു തരുന്നത്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അവരോടൊപ്പം സന്തോഷിക്കാൻ, ആത്മാർത്ഥമായി അവരോടൊപ്പം ചേരാൻ നമുക്ക് സാധിക്കട്ടെ.
മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. അനുഷ്ഠാനങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ താല്പര്യം കാണിക്കുന്ന, അതിൽ ശുഷ്കാന്തി കാണിക്കുന്ന ഒരു കുടുംബമായാണ് സഖറിയായുടെയും എലിസബത്തിൻ്റെയും കുടുംബവും അവരുടെ ബന്ധുക്കളെയും നമ്മൾ കാണുന്നത്. ഈ അനുഷ്ഠാനങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ വന്നപ്പോഴാണ് ദൈവഹിതം വെളിപ്പെടുന്നത്. അവൻ്റെ സഖറിയ എന്ന പേരിന് പകരം യോഹന്നാൻ എന്ന പേര് കൊടുക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നത് ആ സന്ദർഭത്തിൽ വെച്ചാണ്. ദേവാലയത്തിൽ നമ്മൾ നടത്തുന്ന ഓരോ അനുഷ്ഠാനവും, ദൈനംദിനമുള്ള നമ്മുടെ കുടുംബ പ്രാർത്ഥനയും, നമ്മുടെ ഞായറാഴ്ച ആചരണങ്ങളുമെല്ലാം, ദൈനംദിനം സഭയിൽ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളെല്ലാം ദൈവം പ്രവർത്തിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യങ്ങളാണ്, സമയങ്ങളാണ്. അവിടെ ദൈവകൃപ പ്രവർത്തിക്കുകയും ദൈവം നമുക്ക് കൃത്യമായ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ, അത് നോമ്പാവട്ടെ, ഞായറാഴ്ച ആചരണമാകട്ടെ, വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥനയാവട്ടെ, വ്യക്തിപരമായ പ്രാർത്ഥനയാവട്ടെ, ദിവ്യബലിയിൽ സംബന്ധിക്കുന്നതാകട്ടെ, അതൊക്കെ നമ്മൾ ഭക്തിപൂർവ്വം പ്രാധാന്യത്തോടെ ചെയ്യുമ്പോൾ അതിലൂടെ എല്ലാം ദൈവം സംസാരിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. നാലാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, 2 പേരുകൾ ഇവിടെ എടുത്തു പറയുന്നു. അവൻ്റെ പിതാവിൻ്റെ പേരായ സഖറിയ എന്ന പേര് അവന് നൽകാൻ ആഗ്രഹിച്ചു. സഖറിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ഓർമ്മിച്ചു, ഗോഡ് ഹാസ് റിമെമ്പേർഡ് എന്നാണ്. എന്നാൽ യോഹന്നാൻ എന്ന പേര് കൊടുക്കണമെന്ന് അവൻ്റെ അമ്മ ശാഠ്യം പിടിക്കുന്നു. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഈസ് ഗ്രേഷ്യസ്, ദൈവം കൃപാലുവാണ്. ഈ 2 പേരും നല്ല അർത്ഥമുള്ള പേരുകളാണ്. ദൈവം ഓർമ്മിച്ചു എന്നതിൻ്റെ അടയാളമാണ് കൃപാലുവായ ദൈവം തന്ന ഈ കുഞ്ഞ് എന്ന ഒരു പടി കൂടി കടന്ന അർത്ഥമുള്ള ഒരു പേര് അവന് നൽകണമെന്ന് ദൈവനിർദ്ദേശപ്രകാരം അവൻ്റെ മാതാപിതാക്കൾ ശഠിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ പേരുകൾ ഇടുമ്പോൾ ദൈവചിന്ത ഉണർത്തുന്ന പേരുകളും ദൈവത്തെ ഓർമ്മിക്കുന്ന പേരുകളും അതുപോലെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം സൂചിപ്പിക്കുന്ന പേരുകളുമൊക്കെ നൽകാൻ സാധിച്ചാൽ നല്ലതാണെന്ന് തിരുവചനം ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 5-മതൊരു കാര്യം നമ്മൾ കാണുന്നു. ഈ പുതിയ പേരിനെ കുറിച്ച് പറയുമ്പോൾ ബന്ധുക്കൾ പറയുന്നു, നിൻ്റെ ബന്ധുക്കളിൽ ആർക്കും ഈ യോഹന്നാൻ എന്ന പേരില്ലല്ലോ. ബന്ധുക്കൾ സഖറിയായെയും എലിസബത്തിനെയും അവർക്ക് കിട്ടിയ ദൈവിക സന്ദേശവും അതിൽ നിന്ന് കിട്ടിയ പേരും മാറ്റിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. പക്ഷേ സഖറിയായും എലിസബത്തും ഈ ബന്ധുക്കൾ നൽകുന്ന പ്രഷറിലോ സമ്മർദ്ദത്തിലോ വീഴാതെ അവർക്ക് കിട്ടിയ ബോധ്യത്തിലും അവർക്ക് കിട്ടിയ വിശ്വാസത്തിൻ്റെ ഉറപ്പിലും അവർ ഉറച്ചു നിൽക്കുകയാണ്. അവർ ആളുകൾ മാറുന്നതനുസരിച്ച്, മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് അവരുടെ വിശ്വാസങ്ങൾക്കോ ബോധ്യങ്ങൾക്കോ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ആത്മീയ ആചാരണങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ വിശ്വാസവും ഒക്കെ മറ്റുള്ളവരെന്തെങ്കിലും പറയുന്നത് കേട്ട് പ്രസക്തിയില്ലെന്ന് കരുതി അതിനെ ഉപേക്ഷിക്കാതെ പ്രാധാന്യത്തോടെ വിശ്വാസത്തോടെ ചെയ്യുന്നെങ്കിൽ അതുതന്നെ നമുക്ക് അനുഗ്രഹമായി മാറും. ഈശോ പറഞ്ഞല്ലോ, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. നീ ഇത് ദൈവത്തിൻ്റെ പാതയാണെന്ന് വിശ്വസിച്ചാൽ അത് ദൈവത്തിൻ്റെ വഴിയായി അതിൽ നിന്ന് നിനക്ക് അനുഗ്രഹം കിട്ടും. ഇതിൽ കാര്യമില്ലെന്ന് നീ കരുതിയാൽ അത് അതേപടി നിൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി മാറും. അതുകൊണ്ട് നമ്മുടെ ആത്മീയ അനുഷ്ഠാനങ്ങളൊക്കെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകമായി ഇവിടെ ശ്രദ്ധിക്കുന്നു. യോഹന്നാൻ എന്ന പേര് സഖറിയ ഒരു പലകയിൽ എഴുതിയപ്പോൾ തിരുവചനം പറയുന്നു, അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി, അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ നാവ് ലോകത്തിൻ്റെ ചിന്തകളും വർത്തമാനങ്ങളുമായി പലപ്പോഴും കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. അത് സ്വതന്ത്രമായെന്ന് അറിയുന്നത് അത് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഇനി മുതൽ നമുക്ക് ഈശോയെക്കുറിച്ച് പറയാനും ഈശോയെ കൂടുതൽ വാഴ്ത്താനുമുള്ള അവസരമായി നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും പ്രത്യേകിച്ച് നമ്മുടെ നാവും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ദൈവ അനുഭവം കൂടുതൽ വ്യക്തമാകുന്നത്, മറ്റുള്ളവർക്കും സാക്ഷ്യമാകുന്നത് നമ്മൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. ലോകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ നാവ് ലോകത്തിൻ്റെ രീതിയിൽ കെട്ടപ്പെട്ട് കിടക്കുന്നു. ഇനി മുതൽ നമുക്ക് ഈശോയെക്കുറിച്ച്, രക്ഷകനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് നമ്മുടെ നാവ് സംസാരിക്കട്ടെ. അപ്പോഴാണ് നമ്മുടെ നാവ്, നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ സ്വതന്ത്രമാവുന്നതെന്ന് തിരിച്ചറിയാം. അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു. നമ്മൾ കേട്ട ഈ നല്ല ചിന്തകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുവഴി ഈശോയോട് കൂടുതൽ ഈ ക്രിസ്മസ് കാലത്ത് അടുക്കാനും നമുക്ക് സാധിക്കട്ടെ. ആമേൻ.